കെവിൻ പീറ്റർ, ഈ കാസ സംഘടന വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ യുവാക്കളുടെ കൂട്ടായ്മയാണ് എന്നാണ് കാസ സംഘടന അവകാശപ്പെടുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ CPMൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ എടുത്തു പറയുന്ന ഒരു ആശങ്കാജനകമായ ഒരു കാര്യം, പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികൾ തീവ്രവാദ ചിന്തയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കാസയുടെ പ്രവർത്തനം നമുക്കറിയാം. ഈ ലവ് ജിഹാദിനെതിരെയൊക്കെ ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ് കാസ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കാസയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം ഒരു അടിസ്ഥാനമുണ്ട്, തെളിവുണ്ട് ശ്രീ കെവിൻ പീറ്റർ? ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മുടെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടി ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ആ പാർട്ടി ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്നാൽ ഭരണകൂടം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. പാലാ പിതാവ് പറഞ്ഞ സത്യം ആദ്യം വൻ വിവാദമാണ് ഉണ്ടായത്. അതിനുശേഷം ആദ്യം അതിന് സപ്പോർട്ടുമായിട്ട് എത്തിയത് നമ്മുടെ PC ജോർജ് സാർ തന്നെയാണ്. തുടർന്ന് അതിന്റെ വിപത്തും അതിന്റെ വ്യാപ്തിയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഓരോരോ വിഭാഗങ്ങളായിട്ട് പിതാവിന്റെ ആ വാക്കുകളെ ശേഖരിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ടുമായിട്ട് വരികയും ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയും ഇവിടുത്തെ കേരള പൊതുസമൂഹം ചെയ്തിരിക്കുന്നു. അതും മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സമയത്ത് ഒരു ഉചിതമായ തീരുമാനമാണ് ഗവൺമെന്റും ഭരിക്കുന്ന പാർട്ടിയും കൈക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി, നമ്മൾ ലവ് ജിഹാദ വിഷയം അവിടെ നിൽക്കട്ടെ, നമ്മൾ നാർക്കോ ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേവലം ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത ഒരു പെണ്ണിന്റെ നഗ്നചിത്രം എടുത്ത് അതിനെ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നത് മാത്രമല്ല, ഇത് കേരള സമൂഹത്തെ, രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇത് ശരിക്കും ഇപ്പോൾ 2021 കണക്കുകൾ പ്രകാരം താലിബാനാണ് ഏകദേശം 85% ലോകത്ത് മൊത്തം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. 80% താലിബാനാണ്. അപ്പം താലിബാന്റെ കരങ്ങൾ ഇവിടെയുമുണ്ട്. അപ്പോൾ തീർച്ചയായും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന നേതൃത്വമാറ്റത്തെ തുടർന്ന് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ മയക്കുമരുന്നുകളുടെ കുത്തൊഴുക്കുണ്ടാവും. അത് നമ്മുടെ പെൺകുട്ടികളെ മാത്രമല്ല, നമ്മുടെ യുവാക്കളെയും തകർക്കുകയാണ്. അവരെ മതം മാറ്റുക മാത്രമല്ല, അവരെ സമൂഹത്തിനും കുടുംബത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഒന്നും പ്രയോജനമില്ലാത്ത ആൾക്കാരാക്കി മാറ്റുകയാണ്. അതിലൂടെ ഒരു വഴിക്കൂടെ പണം സമ്പാദിക്കുന്നു, മറ്റു വഴിയിലൂടെ അമുസ്ലിങ്ങളെ തലമുറകളെ യുവതലമുറയെ ഇല്ലാത്തിക്കൊണ്ട് അവർ ലക്ഷ്യം നേടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ശരിക്കും ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. നമുക്കറിയാം, ഊതിച്ചു നോക്കുക, അല്ലെങ്കിൽ പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചാൽ വായമണത്ത് നോക്കുക. ഇപ്പോഴത്തെ കൊറോണയുടെ വിഷയമായതുകൊണ്ട് ആ മെഷീനിലൂടെ ഊതിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയം ഒരാ വ്യക്തിയെ കണ്ടാൽ അറിയാൻ പറ്റും, ഒന്നെങ്കിൽ സ്മെല്ലുണ്ടാവും, ആള് കുഴയും. പക്ഷെ ഇത്തരം മയക്കുമരുന്നുകൾ കഴിച്ചാൽ അതിലെ സ്മെല്ല് ഉണ്ടാവുന്നില്ല. അമിതമായി കഴിച്ചാൽ മാത്രമേ ആളുടെ കാല് നിലത്തുറയ്ക്കാതെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഉപയോഗിച്ചിരിക്കുന്നവരാരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ പോലീസിന്റെ ചെക്കിങ്ങിൽ നിന്നും വീട്ടുകാരുടെ ചെക്കിങ്ങിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മദ്യത്തെ അപേക്ഷിച്ച് ഇതിനെയാണ് നമ്മുടെ യുവത്വം ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു 90% ആൺകുട്ടികൾ ഇതിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. 2 കാരണങ്ങളാണ്. വീട്ടിൽ ബന്ധുക്കളോ മാതാപിതാക്കളോ അറിയുന്നില്ല, വഴിയെ പോകുന്ന വഴി ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ടായി പിടിക്കപ്പെടുന്നില്ല. അതൊക്കെ ഇത്തരം മയക്കുമരുന്നുകളുടെ ഒരു ഗുണമാണ്, അവരെ സംബന്ധിച്ചുള്ള ഒരു ഗുണകരമാണ്. അപ്പൊ അതിനെ അവർ ഉപയോഗിക്കുന്നു, അത്തരം കാര്യങ്ങൾ. അപ്പം ഈ കേരള പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ഈ നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് കാലാഭിഷപ്പ ആദ്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. ഇത് 2005 അൽ ജസീറയാണ് അമേരിക്കയിൽ നടന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിലൂടെ, അയാളെ FBI ചോദ്യം ചെയ്തതിലൂടെ പുറത്തു വന്ന വിവരങ്ങളാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. കാര്യം അമേരിക്കയിലെ യുവത്വത്തെ മയക്കുമരുന്നിന് അടിമകളാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു കഴിവിനെ ഇല്ലാണ്ടാക്കുകയും ഒപ്പം അതിലൂടെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, നാർക്കോ ട്രേഡിംഗ് ചെയ്തുകൊണ്ട്. ഇതിന്റെ പ്രധാനമായിട്ടും സ്കൂളിലായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്. സ്കൂളിലെ കുറിച്ച് വാർത്ത കൊടുത്തത് ഒരു മലയാള പത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു പത്രമൊന്നുമല്ല, അൽ അറേബ്യ എന്ന് പറയുന്ന വാർത്താ ചാനലാണ് അവരെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്.